ലീഫാണ്. ലീഫിന് 12 ചെയിൻ ചെയ്യാം. ചെയിനായി. ഇനി ആദ്യത്തേത് ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇനി ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി നെക്സ്റ്റ് സ്പേസിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, അതെ ഒരു ലീഫിൻ്റെ പകുതി ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു സിംഗിൾ ക്രോഷ്യ, ഇനി ഈ സൈഡിൽ കൂടി നെക്സ്റ്റ് ലീഫിൻ്റെ ബാക്കി ഭാഗം ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, ഒരു ഡബിൾ ക്രോഷ്യ, ഇനി ഒരു ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, ഇവിടേക്ക് നെക്സ്റ്റ് ഇതിൽ ഒരു സ്ലിപ്പ് സ്റ്റിച്ച്, ഒരു ലീഫ് കംപ്ലീറ്റ് ആയി. ഇനി നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, ഡബിൾ ക്രോഷ്യ, ഹാഫ് ഡബിൾ ക്രോഷ്യ, സിംഗിൾ ക്രോഷ്യ, ഇനി ഇവിടെ അറ്റത്തേക്ക് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ചെയിൻ 1 ചെയ്ത് ടെയിൽ പുൾ ചെയ്യാം. ഇനി നമുക്കിവിടെ മിഡിൽ ചെയ്യണം. നമുക്ക് ഓരോ സിംഗിൾ ക്രോഷ്യ ചെയ്യണം, ഓരോ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. ടോട്ടൽ 12 സ്ലിപ്പ് സ്റ്റിച്ച് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യണം.
അങ്ങനെ ലീഫ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ 12 സ്ലിപ്പ് സ്റ്റിച്ച് മിഡിൽ കൂടി ചെയ്തത്. ഇനി ഈ നൂല് ബാക്കി ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ചെയ്ത് അധികമുള്ളത് കട്ട് ചെയ്ത് കളയുക. സ്റ്റമ്മ് ഈ ലീഫിൻ്റെ രണ്ടിൻ്റെയും കൂടി ആ മിഡിൽ പോർഷനിൽ ടെയിൽ പുള്ളി ചെയ്തതിന് ശേഷം സാറിന് 2 ടെയിൽ ഉണ്ടാവും. ഞാനൊരു വർക്ക് ഇതിനകത്ത് കട്ടി കൂട്ടാൻ ചെയ്തുകൊണ്ട് ഒരു ടെയിൽ ഇല്ല ഇപ്പോൾ. ഇനി ഇതുമായിട്ട് സ്റ്റിച്ച് ചെയ്ത് അറ്റാച്ച് ചെയ്യാം. പീച്ച് ഫ്രൂട്ട് റെഡിയായി. നമ്മളിവിടെ നേരത്തെ ടെയിൽ വെച്ചിരുന്നത് ഇതിൻ്റെ ഉള്ളിൽ സ്റ്റിച്ച് ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് നമുക്ക് കൊടുക്കാം. ബാക്കി വേണ്ടി കട്ട് ചെയ്യാം. ലീഫ് ഇവിടെ ചെറുതായിട്ട് ഹോട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് ഇവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം. കീ ചെയിൻ റിങ് ഇവിടെ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കീ ചെയിനായിട്ട് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്ക്വിഷി ടോയ് ആയിട്ട് യൂസ് ചെയ്യാം. ബാഗിൽ ഹാങ് ചെയ്യാം.